ചെയ്യിക്കും. എന്തിന്? അതാണ് ചോദ്യം. നമ്മളീ കാണുന്നതിന്റെ പേര് കോന്നിയിലെ ആനക്കുട്ടിൽ എന്നാണ്. കാണാനൊക്കെ കൊള്ളാം. പക്ഷേ ഇത് സയൻസിന്റെ ദൃഷ്ടിയിൽ ഗ്വാണ്ടനാമോ തടവറയേക്കാളും ഭീകരമാണ്. ഗ്വാണ്ടനാമോയിലെ ക്രൂരതകളെ പറ്റിയൊക്കെ നമ്മൾ വാചാലരാവാറുണ്ട്. അതിനെ വെല്ലുന്ന പരിപാടികളാണ് ഇതുപോലെയുള്ള ആന പരിശീലന കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ആന എപ്പോഴും ഭയക്കും. എന്തിനെ? ആ കാണുന്ന തോട്ടി. ലോഹ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആ ഒരു തോട്ടിയെ ആന വല്ലാതെ ഭയക്കും. എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ വലതുവശത്തെ ചിത്രങ്ങൾ അതിന് ഉത്തരം നൽകും. ഇതൊക്കെ കൊണ്ടാണ് അത് ഭയക്കുന്നത്. അങ്ങനെയുള്ള ആനയെ നമ്മൾ ഒരുപാട് പാടുപെടുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയിൽ ഏറ്റവും ഭീകരമായ അസത്യം, അതിന്റെ ഉൽപ്പന്നങ്ങളെ ലോഹരൂപത്തിലും മണ്ണ് രൂപത്തിലും കുഴച്ച് ആനയുടെ പുറത്തു വയ്ക്കും. അതിന് സെമിറ്റിക് മതങ്ങളെന്നോ അല്ലെങ്കിൽ സനാതനധർമ്മമൊന്നോ വ്യത്യാസമൊന്നുമില്ല. ചന്ദനക്കുട നേർച്ചയിൽ ഇത് ഉപയോഗിക്കും, അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ ആന ഉപയോഗിക്കും, ക്രിസ്ത്യൻ പള്ളികളിലെ പെരുന്നാളുകൾക്കും ആന. ഈ കാര്യത്തിൽ എല്ലാവരും മതസൗഹാർദ്ദം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. പോരാ, ചിലർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സർക്കസുകളിൽ ആനകളെ നിരോധിച്ചു? കാരണം ഇത്രയേ ഉള്ളൂ, കൊടിയ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആന ഈ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഓർക്കുക, ആന ഒരു വന്യജീവിയാണ്. അതിനെ നിങ്ങൾക്ക് ഒരിക്കലും ഇണക്കി വളർത്താൻ സാധിക്കുകയില്ല. അതിനെ മെരുക്കാനേ പറ്റൂ. ഈ മെരുക്കാൻ ഉപയോഗിക്കുന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് മാത്രമേ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാകൂ. അങ്ങനെയുള്ള ആനയെ നമ്മൾ ഈ തോട്ടിയും ഈ ചങ്ങലേക്കൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇത് വ്രണം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി കറുത്ത പെയിന്റ് അടിച്ച ഒരു ആനയുടെ ചിത്രമാണ്. വ്രണം പുറത്ത് കാണാതിരിക്കാൻ. അപ്പൊ നമ്മുടെ കാലിൽ ഒരു മുറിവുണ്ടായാൽ അതിലൂടെ തുണിയിട്ടിട്ട് ഉരസി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ആനയുടെ വ്രണത്തിന് പുറത്തോട്ടൊരു ചങ്ങല കിടന്ന് വലിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് മറ്റൊരു ചോദ്യം. ഇങ്ങനെയുള്ള ആനയെ മണിക്കൂറുകളോളം ലോറിയിൽ നിർത്തിക്കൊണ്ടാണ് ജില്ലകളിൽ നിന്നും ജില്ലകളിലേക്ക് മുതലാളിമാർ കൊണ്ടുപോകുന്നത്. സ്വച്ഛന്തമായി കാട്ടിൽ വിഹരിക്കുന്ന ആനയെ കണ്ടു കഴിഞ്ഞാൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് നിലാംബരി മോഹൻ ഒരിക്കൽ പറയുകയുണ്ടായി, സഖ്യന്റെ മടിത്തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ വിഹരിക്കുന്ന ആനയെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാലത്തും നിങ്ങൾക്ക് അതിനെ ചങ്ങലക്കിടാൻ തോന്നുകയില്ല. പിന്നെ ആന എന്തുകൊണ്ട് ഇടയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മുകളിലിരിക്കുന്ന സാധനത്തോട് മനുഷ്യർക്കേ ഉള്ളൂ ഭയവും കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യര്. ആനയ്ക്ക് ഈ അസഹ്യമായ ചൂടും അതിന് ചുറ്റുമുള്ള ശബ്ദവും പുകയും വെടിപ്പുകയും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും അൺസഹിക്കബിൾ. ആനയുടെയും പലരെയും കുത്തിക്കൊല്ലും. അതിന് ആനയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേർച്ചയ്ക്കെത്തിയ ആന പാപ്പാനെ കുത്തിക്കൊന്നുവെന്നും ആറാട്ടിനിടെ ആന ഇടഞ്ഞു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ശരീര പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഇതൊന്നും സഹിക്കാനുള്ള ത്രാണി ഇല്ല. ഇനി ഇതൊരു ട്രോൾ വന്നതാണ്, ഉത്സവ സീസണിൽ ആനയുടെ വിവിധ ഭാവങ്ങൾ. കാരണം കാട്ടിൽ ശബ്ദമൊന്നും വലുതായിട്ട് കേൾക്കാതെ ജീവിക്കുന്ന ആനയെ കൃഷി നശിപ്പിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ പാട്ടയൊക്കെ കൊട്ടിയിട്ടാണ് ഓടിക്കുക. അങ്ങനെയുള്ള ആനയുടെ മൂട്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഈ പാഞ്ചാരി മേളം നടത്തുന്നത്. പോരാഞ്ഞിട്ട് വെടിക്കെട്ടും. അങ്ങനെ വരുമ്പോൾ അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് തന്മയീ ഭാവം വേണം. നമ്മൾ മനസ്സുകൊണ്ടൊരു ആനയാണെന്ന് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ കണ്ണീര്, ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്മയീ ഭാവം ഒപ്പം സംസ്കാരം. സംസ്കാരത്തിന്റെ നിർവചനം ഇത്രയേ ഉള്ളൂ, മറ്റൊരാളോടുള്ള കരുതൽ. അതൊരു മനുഷ്യജീവിയാവാം, മറ്റൊരു മൃഗമാവാം. ലൈംഗികത പാപമാണെന്നുള്ള ഒരു വിക്ടോറിയൻ സദാചാരം അത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന മലയാളിക്ക് മതപ്പാട് ഇന്നൊരു അസുഖമാണ്. മതപ്പാടിന് നമ്മൾ കൊടുത്ത പേരെന്താണ്? പാവം പാപ്പാനെ കുത്തിക്കൊല്ലുന്ന ആന, കൊമ്പൻ. ആനത്താര, കാട്ടിൽ നമ്മൾ പറയുന്ന ആനത്താര എന്ന് പറയുന്ന നൂറ്റാണ്ടുകളോളം ആനകൾ നടന്ന് ഉറച്ചുപോയ മണ്ണാണ്. അവിടെ നിങ്ങൾ നടന്നാൽ ഒരിക്കലും ചെളി താഴ്ന്നു പേടി വേണ്ട. അങ്ങനെയുള്ള വഴികളിലൂടെ നടന്ന് പരുപരുത്ത പുല്ലുകളും മരത്തിന്റെ തൊലികളും ചില്ലകളിലെ ഇലകളും മുളങ്കൂമ്പും ഒക്കെ കഴിച്ച് ശരാശരി ഒരു ദിവസം 250 തൊട്ട് 300 കിലോഗ്രാം തീറ്റയും ഏതാണ്ട് 300 ലിറ്ററോളം വെള്ളവും കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയുടെ മനസ്സ് നിറയെ ഈ സമയത്ത് രതിജന്യവും കാമസംബന്ധിയുമായ വ്യാപാരങ്ങളാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ മനുഷ്യനെന്ന മൃഗത്തിന് കഴിയുന്നില്ല. നാട്ടിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ആനകൾക്ക്
നടന്ന് ഈ വീങ്ങിയിരിക്കുന്ന ഗ്രന്ഥി അതിനെ ഉരച്ച് അതിന്റെ സ്രവങ്ങൾ കളയാൻ ചുറ്റിനും മരങ്ങളും ഇല്ല. അപ്പോ പൊട്ടി ഒലിക്കുന്ന മതസ്രവം എന്ന് പറയുന്നത് വായിലെത്തുന്നു, വായിലെ മറുഘ്രാണേന്ദ്രിയത്തിലെത്തുന്നു. ആ സമയത്ത് ആണാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനായിട്ടുള്ള രതിജന്യമായ സന്ദേശങ്ങളാണ് ആ തലച്ചോറിൽ ഉണ്ടാകുന്നത്. ആ സന്ദേശങ്ങൾ വരുമ്പോഴത്തേക്കും പെണ്ണാനയ്ക്ക് അത് എന്ത് ചെയ്യുന്നു? മൂത്രമിറ്റിക്കുന്നതിലൂടെ, രണ്ടാം ഘട്ടത്തിലെ മൂത്രമിറ്റിക്കുന്നതിലൂടെയുള്ള സന്ദേശം കൊടുക്കുന്നു. എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? ഇല്ല. താഴ്ന്ന ശബ്ദബീജികൾ ഉപയോഗിച്ച് അത് മറുപടി കൊടുക്കുന്നുണ്ട്. ആ സന്ദേശം എങ്ങും എത്താതെ അലയുകയാണ്, അതിന് മറുപടിയില്ല. അപ്പോ വിശാലമായ കാട്ടിലെ സ്ഥലികളിൽ ഇങ്ങനെ മേഞ്ഞു നടന്ന് നമ്മൾ ഈ പറഞ്ഞ ഘ്രാണശക്തിയും ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഏറെ നാൾ കൊണ്ട് അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി പ്രകൃതി കൊടുത്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരു ജീവിയെ, അതൊന്നും അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ എന്താ ചെയ്യുന്ന വെച്ചാൽ മുമ്പിലും പിമ്പിലും ചങ്ങലക്കിട്ട് ബന്ധിക്കും. ഈ പീഡനപർവം കഴിഞ്ഞാലോ, ഈ മതപ്പാട് എന്ന് പറയുന്നത് ആനയ്ക്ക് ഒരുപാട് ഊർജം വേണ്ട ഒന്നാണ്. കൊമ്പുള്ള ആന എന്തുകൊണ്ടാണ് കൂടുതൽ തീറ്റ എടുക്കുന്നത് ചോദിച്ചാൽ, കൊമ്പില്ലാത്ത മോഴയാനയ്ക്ക് കുറച്ച് മതി, പെണ്ണാനയ്ക്ക് കുറച്ച് മതി. മതപ്പാട് സമയത്ത് കൂടുതൽ ഊർജം വേണം. പക്ഷെ ഈ സമയത്ത് നമ്മൾ നാട്ടിൽ ചെയ്തതിനെ പട്ടിണിക്കിടും. പട്ടിണിക്കിട്ട് അതിനെ കഷ്ടപ്പെടുത്തി ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്ത ആനമണ്ടത്തം വരികയാണ്, സുഖചികിത്സ. പക്ക വെജിറ്റേറിയനായ ആനയുടെ ദഹന വ്യവസ്ഥ ഒരിക്കലും ഉയരത്തിലുള്ള ഒരു പനമ്പട്ട തിന്നാൻ യോജിച്ചതല്ല. അതിന്റെ ഭക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞു, പരിവരുത്ത പുല്ലുകളും ചില്ലകളിലെ ഇലകളും മുളം കൂമ്പും ഒക്കെയാണ് അതിന്റെ ഭക്ഷണം. ആ ആനയുടെ അണ്ണാക്കിനകത്തേക്ക് നമ്മൾ ചോറുള്ള തട്ടിക്കയറ്റി കൊടുക്കും, പോരാഞ്ഞിട്ട് ശർക്കര കയറ്റി കൊടുക്കും, പിന്നെ പനമ്പട്ട കൊടുക്കും, ചിലർ കോഴിമുട്ട താറാമുട്ടയെ കൊടുക്കും, നെയ്യ് കൊടുക്കും. ഇതെല്ലാം ചെന്നിട്ട് ആ പാവത്തിന്റെ കുടലിൽ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ, കുടൽ കുരുക്കം എന്ന് നമ്മൾ പറയും, എരണ്ടക്കെട്ട്. എന്നിട്ട് അതിനെ ചികിത്സിക്കുന്നതോ ഈ പറയുന്ന അനാട്ടമിയോ ഫിസിയോളജിയോ ബയോകെമിസ്ട്രിയോ ഒന്നും തന്നെ വികസിച്ചില്ലായിരുന്ന കാലഘട്ടത്തിൽ ഏതൊക്കെയോ മനുഷ്യരെഴുതിയ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ ഉള്ള പുസ്തകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോ നാട്ടാനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഴുത്തിലൊരു പട്ടം കെട്ടിത്തൂക്കാണ്, ഗജരാജ പ്രജാപതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള പട്ടം കെട്ടിത്തൂക്കുമ്പോൾ സന്തോഷിക്കുന്ന ഹൃദയമാണ് ആനയ്ക്കുള്ളത് എന്ന് കരുതുന്ന വിഡ്ഢികളുടെ ഇടയിൽപ്പെട്ടു പോയതാണ് നമ്മുടെ നാട്ടാനകൾക്ക് പറ്റിയ പ്രശ്നം. 8 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞിട്ട് രാജുമോൻ വീട്ടിലേക്ക് വരികയാണ്. അയാൾ ആദ്യം പോയി ഭാര്യയെ കെട്ടിപ്പിടിക്കുകയോ മക്കളെ ഉമ്മ വയ്ക്കുകയോ അല്ല ചെയ്തത്. പിന്നെയോ കൂട്ടിനുള്ളിൽ കിടന്ന പട്ടിയെ സ്വതന്ത്രമാക്കുകയാണ് ചെയ്തത്. പാരതന്ത്ര്യം അതെവിടെയായിരുന്നാലും പാരതന്ത്ര്യം തന്നെയാണ്. ഒരു സ്വതന്ത്ര രാജ്യത്ത് ജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പാരതന്ത്ര്യങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഈ കണ്ണുനീരിന് ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യനാകുന്നുള്ളൂ. സർ, ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ?